സിഖ് മതസ്ഥാപകൻ ഗുരുനാനാക്കിന്റെ 556ാമത് ജന്മവാർഷികത്തോടനുബന്ധിച്ച് നങ്കാന സാഹിബിലേക്ക് യാത്ര ചെയ്ത തീർത്ഥാടക സംഘത്തിലെ 14 ഇന്ത്യക്കാരെ തിരിച്ചയച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇവർക്ക് തുടക്കത്തിൽ പ്രവേശനം അനുവദിച്ചിരുന്നു. 14 പേരും സിഖുകാരല്ലെന്നും ഹിന്ദുക്കളാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഈ നടപടി. പാകിസ്ഥാൻ സന്ദർശനത്തിനായി വിദേശകാര്യ മന്ത്രാലയം വിസ അനുവദിച്ച 2100 തീർത്ഥാടകരിൽ ഉൾപ്പെട്ടവരാണ് ഈ 14 പേരും. ഇത്രയും പേർക്ക് പാകിസ്ഥാനും യാത്രാരേഖകളും ഇഷ്യൂ ചെയ്തിരുന്നു. 1900 പേരാണ് വാഗ അതിർത്തി വഴി പാകിസ്ഥാനിലെത്തിയത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആദ്യമായാണ് ഇന്ത്യക്കാർ പാകിസ്ഥാനിലെത്തുന്നത്. ഈ സംഘത്തിൽ 14 പേർ ഹിന്ദുക്കളായിരുന്നു. പാകിസ്ഥാനിൽ ജനിച്ച സിന്ധികളായ ഇവർക്ക് ഇന്ത്യൻ പൗരത്വവുമുണ്ട്. പാകിസ്ഥാനിലെ ബന്ധുക്കളെ കാണാനാണ് അവർ യാത്ര ചെയ്തത്. അവരെയാണ് മടക്കി അയച്ചിരിക്കുന്നത്. നിങ്ങൾ ഹിന്ദുക്കളായതിനാൽ സിഖ് തീർത്ഥാടകർക്കൊപ്പം പോകാൻ സാധിക്കില്ല എന്നാണ് അധികൃതർ പറഞ്ഞതെന്ന് മടക്കി അയച്ച സംഘം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഈ 14 പേരിൽ ഡൽഹിയിൽ നിന്നും ലക്നൌവിൽ നിന്നുമുള്ളവരുമുണ്ടായിരുന്നു. അപമാനിതരായാണ് തങ്ങൾ മടങ്ങിയതെന്ന് അവർ പ്രതികരിച്ചു. അതിനിടെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ആവശ്യമായ അനുമതിയില്ലാത്തതിനാൽ സ്വതന്ത്രമായി വിസയ്ക്ക് അപേക്ഷിച്ച 300 പേരെയും തിരിച്ചയച്ചിട്ടുണ്ട്. ലാഹോറിൽ നിന്ന് 80 കിലോമീറ്റർ അകലെയുള്ള ഗുരുദ്വാര ജന്മസ്ഥാനിലാണ് ഗുരുനാനാക്ക് ജയന്തിയുടെ പ്രധാന ചടങ്ങുകൾ നടക്കുക. ഇന്ത്യൻ തീർത്ഥാടകർ ഗുരുദ്വാര പഞ്ചസാഹിബ് ഹസൻ അബ്ദാൽ, ഗുരുദ്വാര സച്ചസൗദ ഫറൂഖാബാദ്, ഗുരുദ്വാര ദർബാർ സാഹിബ് കർത്താർപൂർ എന്നിവയും സന്ദർശിക്കും. ഇതിനുശേഷമാണ് തീർത്ഥാടനം പൂർത്തിയാക്കി ഇവർ തിരികെ മടങ്ങുക. അതിനിടയിലാണ് പാകിസ്ഥാൻ ഇത്തരം നടപടി സ്വീകരിച്ചിരിക്കുന്നത്.